ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അധികം നേരം എനിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര കൊതി ഒരു നാടൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചോറും സാമ്പാറും മീൻ വറുത്തതും ബീഫ് ഡ്രൈ ഫ്രൈയും അങ്ങനത്തെ എല്ലാ ഐറ്റംസും കൂടെ കൂട്ടിയിട്ട് ഒരു ഊണ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഗീതുവിൻ്റെ അടുത്ത് എൻ്റെ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രകടനത്തിന്റെ ഭാഗമായി നമ്മളിന്ന് ഒരു നാടൻ ഊണ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ മെയിൻ ഡിഷസ് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ ഗീതു നമ്മുടെ സ്റ്റേജിലോട്ട് വരുന്നതാണ്. കടന്നു വരൂ ഗീതു. കെട്ടന്ന് വരൂ, കെട്ടന്ന് വരൂ. ഗീതു ആണ് മെനു ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്റെ ഫോണോടെ ലിസ്റ്റ് വേണം. കാരണം എന്താണെന്നറിയോ, ഗീതു മെനു ഉണ്ടാക്കാൻ മിടുക്കിയാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എക്സൽ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കി പരിപാടി നടത്തുന്നത് ഗീതു ആണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി ഗീതു എനിക്ക് ഒരു എക്സൽ ഷീറ്റ് അയച്ചായിരുന്നു. അതിൽ കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറെ കാര്യം ഗീതുവിനെ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് വിളമ്പ് വേണ്ടു. ഗീതു ഭയങ്കര ടെൻഷനിലാണ്, സ്റ്റേജ് ഫിയറിലാണ്. അപ്പൊ പറഞ്ഞു ഗീതു എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ്? ചോറ്, മാമ്പഴ പുളിശ്ശേരി, ബീൻസ് ക്യാരറ്റ് തോരൻ, ചിക്കൻ റോസ്റ്റ്, സാമ്പാർ, ഫിഷ് ഫ്രൈ, ബീഫ് വരട്ടിയത്, പായസം. ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമ്മൾ ഉച്ച ഊണിന് തുടങ്ങാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇത് രാത്രി ഊണാക്കേണ്ടി വരും. കാരണം ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണുവും പ്രദുവും ഗീതും ഒക്കെ വിഷ്ണുവും പ്രദുവും ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ പോയി എത്തിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയി. ഇപ്പൊ രാവിലെ അവർ എണീക്കാനും നമ്മൾ എണീക്കാനും ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ട്രെസ് ചെയ്യണ്ട, ഉച്ചയ്ക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ച് രാത്രി ഗംഭീരമായ ഊണ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്നത്തെ വീഡിയോക്ക് എന്റെ ഒപ്പം ജോയിൻ ചെയ്യുന്ന ഗീതു, വിഷ്ണു, പ്രദു. നമ്മൾ പുതിയ ചോപ്പിംഗ് പാഡ് വാങ്ങിച്ചു കേട്ടോ. അന്ന് നമ്മൾ എമർജൻസിയിൽ പോയിട്ട് 2 ചോപ്പിംഗ് പാഡ് അയക്കിയെന്ന് വാങ്ങിച്ചായിരുന്നു. അതിന്റെ ഭംഗി എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. എന്തായാലും മുഴുവൻ ചോപ്പിംഗ് പാഡ്സ് ആകുമ്പോൾ നമുക്ക് 1-2 ആവശ്യം വരും. അപ്പോൾ 2 ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് 2 ചെറുതാണ്. ഇതൊരു വലിയ ചോപ്പിംഗ് പാഡ് ഞാൻ ഇന്നലെ TK Maxx വാങ്ങി. കൊള്ളാം. അപ്പൊ ഇത് ഉദ്ഘാടിക്കുന്നത് ഗീതുവാണ്. ഉള്ളി മുറിച്ചുകൊണ്ട് കിടന്നു വരും. ഇത് തനിക്ക് പുളിശ്ശേരിക്ക്, അത് തോരന്, ഇത് ബീഫിന് അത്ര മതിയോ? പിന്നെന്താ ഉണ്ടാക്കുന്നത്? പായസല്ലേ? മീൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചില്ല. നമുക്ക് ഓരോ ഐറ്റം ഓരോ ആൾക്കാരുണ്ടോ ഉണ്ടാക്കുന്നത്. ബീൻസ് തോരൻ, പായസം, ബീഫ്, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഗീതു, ചോറുണ്ടാക്കുന്നത് ഞാൻ, ബീഫ് ഉണ്ടാക്കുന്നത് പ്രദു, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ, ഗീതു ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് തോരൻ, അല്ല ക്യാരറ്റ് ബീൻസ് തോരൻ, ആൻഡ് വിഷ്ണു ഓവറോൾ ക്ലീനിങ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ചോറ് വയ്ക്കുന്ന ഞാൻ. ആ റെസ്പോൺസിബിലിറ്റി, കഠിനമായ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നാ പ്രദു വന്നുള്ളൂ, മുറിച്ചുള്ളൂ, കഴുകിക്കൊള്ളൂ. അറക്കൽ പ്രദു എന്ത് സ്റ്റൈലിലാണല്ലോ പ്രദു. ഈ ബീഫൊക്കെ മുറിച്ച് കഴുകി ശരിയാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. അതിനുള്ളിൽ ഞാനും വിഷ്ണുവും കൂടെ ഇന്ന് രാവിലെ സെൻട്രം പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഈ ബീഫൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. എന്തിനാണ് അവർ ഇത്ര അടിപൊളിയായിട്ട് കൊട്ടുന്നതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. കൊട്ടൊക്കെ കേട്ട് നമ്മളിന്ന് നമ്മുടെ നാടൻ ഊണ് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രദുവും ഗീതു ഓൾറെഡി വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലോട്ട് എത്തുന്ന ഒരു ചെറിയ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ പോയിട്ട് ഈ ഗ്രോസറീസ് എല്ലാം പെട്ടെന്ന് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചത്. വിഷ്ണുവിനെ ഞാനൊരു വീഡിയോയിൽ ഒരു 10 സെക്കൻഡേ കാണിക്കുന്നില്ലെങ്കിലും അപ്പോഴും നമ്മളോട് കുറച്ച് ആൾക്കാർ ചോദിക്കും, വിഷ്ണുവിന് എന്താ ഞാൻ വീഡിയോ ചെയ്യണ ഇഷ്ടമല്ലേന്ന്. എന്താണ് ബ്രദർ താങ്കളുടെ
മുഖം. മറുപടി എത്ര വിഷമം പറഞ്ഞത് ഇനി മറന്നു പറഞ്ഞാൽ എനിക്ക് ബോർഡ് ചെയ്യുന്നുണ്ട്. താങ്കളുടെ മുഖം കളിപ്പാക്കി വെക്കാത്തത് വെക്കുന്നത് ബേസിക്കലി കലിപ്പനം. എന്ത് ജീവിതം ദുരിതമാണ് വീട്ടിലറിയോ, ഒരു കലിപ്പൻ്റെ ഒപ്പമുള്ള ജീവിതം. അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ചു കേട്ടോ. ഇനി വീട്ടിൽ പോവാം. നേരത്തെ നമ്മുടെ കോൺവെർസേഷൻ കട്ടായി പോയി. സഞ്ജേട്ടൻ വിളിച്ചായിരുന്നു അതിനിടയിൽ, അപ്പോൾ അങ്ങോട്ട് നീങ്ങിപ്പോയി. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, വിഷ്ണു കുറച്ച് ക്യാമറ ഷൈ ആണ്, കുറച്ച് കോൺഷ്യസ് ആവും ക്യാമറ കാണുമ്പോൾ. അല്ലാതെ വിഷ്ണുവിന് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ല, വിഷ്ണു ക്യാമറയിൽ വരുന്നത് ഇഷ്ടമല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാണ് വിഷ്ണുവിൻ്റെ മുഖം ക്യാമറയിൽ വരുമ്പോൾ കുറച്ച് കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നു അല്ലേ വിഷ്ണു? അപ്പോൾ ഞാൻ ഈ ക്യാമറ പൊക്കത് വരച്ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ക്യാമറ എടുത്തു കഴിഞ്ഞപ്പോൾ മുഖം മാറി. ദേപ്രത് ഗീത് എത്തിയിട്ടുണ്ട്. നമ്മൾ അവരും ഒരേ സമയത്തായിരുന്നു കേട്ടോ വീട്ടിലെത്തിയത്. നമ്മൾ ആ വീട്ടിലോട്ടുള്ള റൗണ്ട് അബൌട്ട് എടുത്തതും ഇവരായിരുന്നു നമ്മുടെ മുന്നിൽ പോയ വണ്ടി. അപ്പോൾ ഞാൻ ഗീതുവിൻ്റെ അടുത്ത് കുർത്ത ഇടുമെന്ന് ചുമ്മാ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി. പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ ഗീതു കുർത്തയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ട്രീറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കൊടികളും ഓറഞ്ച് മയമൊക്കെ കാണാം. കാരണം ഇന്ന് യൂറോ കപ്പിൽ നെതർലൻഡ്സും പോളണ്ടും കൂടെയാണ് ഫുട്ബോൾ വരുന്നത്. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ഇതേ സ്ലാബിൽ നിരത്തി വെച്ചു. അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് പ്രതു ഇത്രയും മുറിച്ചായിട്ടുള്ളൂ. വെരി സ്ലോ കട്ടിങ് ആണല്ലോ. വിഷ്ണു സുഖം തന്നെ അല്ലേ? അല്ലേ? ഏത് റീൽസാ കാണണേ? ചുമ്മാ ഒന്ന് ചൊറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അൻഷിഫ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അവളാണ് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറ് സുഖം തന്നെ അല്ലേ എന്ന്. എനിക്ക് ആ ഒരു ടോൺ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ചുമ്മാ ഇങ്ങനെ ചോദിച്ചത്. ഇന്ന് അവരെല്ലാവരെയും നമ്മൾ ഒപ്പം നമ്മുടെ നാടൻ ഊണിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം വേറെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം പ്ലാൻ ചെയ്ത ഒരു ഗെറ്റ് ടുഗെദർ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഇന്ന് അതിന് വേണ്ടി പോയിരിക്കുകയാണ്. പുതിയ ചോപ്പിംഗ് ബോർഡ് ആവുകൊണ്ടാണ് കേട്ടോ എനിക്കിത്ര ഉത്സാഹം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയധികം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും കൈകൊണ്ട് അരിയാൻ വേണ്ടി നിൽക്കില്ല. ഭയങ്കര പബ്ലിസിറ്റി കൊടുത്തായിരുന്നു കേട്ടോ ഈ ഒരു നമ്മുടെ പ്രീതിയുടെ മിക്സി. ഞാൻ ഇതിനെ പൊക്കി 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 പുള്ളി പണി മുടക്കിയിരിക്കുകയാണ്. വേറെ സാധനമൊന്നുമില്ല. എനിക്ക് നാളെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടിയതല്ല ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 സ്ക്രൂ എനിക്ക് കിട്ടിയത്. ഞാൻ ഇതിന്റെ പബ്ലിസിറ്റി കൊടുത്തിട്ട് ഗീതും മൃദുവും ഒക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇതൊക്കെ വാങ്ങി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഐറ്റം പടി മുടക്കി. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി പുതിയതായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യും. അല്ല, അതിനേക്കാളും വലിപ്പം എനിക്ക് ഇതിലപ്പോ തോന്നണം. കാരണം അതാ പുതിയത്. അല്ല, അത് മറ്റേ ജസ്റ്റ് ഒരു അടി അടിച്ച് ഒറ്റ ചോപ്പ് ചെയ്താൽ മതി. ചെറിയ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളി കൊടുത്തില്ലെന്ന് കഴിയുമ്പോ ഇത് വാഷം ഉണ്ടായിരുന്നു. ആ സാധനം മുറിച്ചോളൂ. അതിന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല. പൊതുവേ ആൽബർട്ടൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കട്ടൊക്കെ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആണ് വാങ്ങിക്കാറ്. കാരണം ആ സമയം നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ ക്യാരറ്റും അത്യാവശ്യം പീൽ ചെയ്തൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പാക്കറ്റിന് മുകളിൽ ഹെയർ വാഷ് എന്ന് കണ്ടില്ല. ആ ഒരു തർക്കമാണ് ഞാനും ഗീതും കൂടെ കഴിഞ്ഞത്. അത് കഴുകേണ്ട ആവശ്യമില്ല എന്നാണ് ഗീതു പറയുന്നത്. പിന്നെ ഗീതുവിൻ്റെ ഐറ്റം ആയതുകൊണ്ട് ഞാൻ അതിൽ കയറി കൈ കിടത്തുന്നില്ല. ഗീതു പറഞ്ഞാൽ ഞാനത് അങ്ങോട്ട് വിശ്വസിച്ചു. പ്രതു ബീഫ് എക്സ്പേർട്ടാണ് കേട്ടോ. ബീഫും മട്ടണും മറ്റേ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. ബീഫിൽ പ്രതുവിനാണ് കൈപ്പുണ്ടെങ്കിൽ തോരന് ഗീതുവിനാണ്. ഇത് ഏതാ പടം? ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കത്തിലല്ലേ യമുന റാണി വരുമ്പോ ഇടിക്കാനും പൊടിക്കാനും ബിന്ദുവിനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയാണ് ആ കുക്കറിന് മോൾ 2 അടി അടിക്കാൻ. ഇതിന്റെ ഞങ്ങളുടെ പരമ്പരാഗതമായി എന്റെ മുത്തശ്ശൻ ഇത് കഴിഞ്ഞ് ഉപയോഗിച്ചാണ് എന്റെ വീട്ടിൽ. ഇത് ഞാൻ നെതർലൻഡ്സിൽ വന്ന ശേഷം വീട്ടിൽ നേരെ ബീഫ് വെച്ചിട്ടില്ല. കാരണം ആയത് ഞാൻ കൊണ്ടുവന്നു. നല്ല ഫ്രഷ് മീറ്റ്. നമ്മൾ അടുത്തത് അരി വെക്കാൻ വേണ്ടി പോകണം. അരി ഇല്ലാതെ ഈ പരിപാടി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചോറ് എപ്പോഴും വെച്ചാൽ തണുത്തോളൂ. നമ്മൾ 7 മണിക്ക് കഴിക്കാനല്ലേ പ്ലാൻ? ചോറ് ലാസ്റ്റ് വെച്ചാൽ മതി. അതിന് പിന്നെ എല്ലാ കറിയും ചൂടാക്കാൻ നിൽക്കണ്ടേ. ഇതിപ്പോ ചോറിന് ചൂടുണ്ട്.
എനിക്ക് 2 ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനുണ്ട്. ഗീതുവും വിഷ്ണുവും ജോലി മാറിയിരിക്കുന്നു. ഞാൻ ഇതിൽ പറഞ്ഞതാണ്. രണ്ടുപേരും ശരി. അപ്പൊ ഞാൻ എന്നെ കാണിച്ചു പറയണു. ഗീതു വിഷ്ണു ജോലി മാറിയിരിക്കുന്നു. ഗീതു ഇപ്പൊ ഇവിടുത്തെ ഒരു ഡച്ച് കമ്പനികളൊക്കെ ജോയിൻ ചെയ്ത് പൊളിക്കാൻ വേണ്ടി പോവാണ്. ഗീതുവിന്റെ ഒരു മടി വെച്ചിട്ട് ഗീതു പുതിയ ജോലി കണ്ടുപിടിക്കുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കമ്പനിക്കാരെ കണ്ടവരും പറഞ്ഞു വിടും മടിച്ചു. പക്ഷെ അതിവിദഗ്ധമായി ബ്രില്യന്റ് ആയ ഗീതു പുതിയ ജോലി കണ്ടുപിടിച്ചിരിക്കുകയാണ്. പോലീസോ? ഇന്നിവിടെ യൂറോ കപ്പ് നടക്കല്ലേ, അപ്പൊ അതിന്റെ ആഘോഷം. മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ മാങ്ങ വേണമെന്നൊക്കെ പറയുമല്ലോ, അതൊന്നും നമുക്കിവിടെ കിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ ആൽബർട്ടയിൽ നിന്ന് കിട്ടുന്ന മത്തങ്ങ പോലത്തെ മാങ്ങ വെച്ചിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. അന്ന് നമ്മൾ വാങ്ങിച്ച മാങ്ങേനേക്കാളും നല്ല മാങ്ങയാണെന്ന് എനിക്കൊരു ഫീൽ. അല്ല അന്നത്തെ നല്ല മാങ്ങയായിരുന്നു, അടിപൊളി മാങ്ങയായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നതിനേക്കാൾ നല്ലതാണ്. അത് ഭയങ്കര മാങ്ങയല്ലായിരുന്നോ? എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ തറവാട്ടിൽ മൾഗോവയുടെ വലിയ മാവുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ മാങ്ങയാണ് നമുക്കൊരു മാർച്ച് ഏപ്രിൽ മെയ് മാസമായി കഴിഞ്ഞാൽ കിട്ടുക. അതും നമുക്ക് വെക്കേഷൻ ടൈം ആവുകൊണ്ട് വീട്ടിലിരുന്നിട്ട് നമുക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും അമ്മ തരുന്ന കാര്യമാണ് മാങ്ങ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കഴിച്ചാലും അത് തീരില്ല, ഇഷ്ടം പോലെ മാങ്ങയുണ്ടായിരിക്കും. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ വലിയ വലിയ കവറിലാണ് മാങ്ങ കൊടുത്തയക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, വളാഞ്ചേരി ചാസിയ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് കേട്ടോ. അതിൻ്റെ കവർ വീട്ടിൽ കുറേ ഉണ്ടായിരിക്കും. അതിലായിരിക്കും അധികം മാങ്ങ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കൊടുത്തയക്കുക. ഇപ്പോഴും നാട്ടിൽ പോയിട്ട് ആ മാങ്ങ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ നാട്ടിൽ പോയൊരു ഫീൽ എനിക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അമ്മ ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഉണ്ടാകുന്ന മാങ്ങ കുറച്ചൊക്കെ മുറിച്ച് ഫ്രീസ് ചെയ്തെടുത്ത് വെക്കും. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. തോരൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയിലെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത് കേട്ടോ. തോരനാണ് ഗീതുവിന്റെയും പ്രദുവിന്റെയും ഹെൽത്തി ഫുഡ്. അല്ല സീരിയസ്ലി, നമ്മള് ഓരോ ദിവസവും ഓരോരോ തോരൻ കഴിക്കുന്നത് ഹെൽത്തി തന്നെയാണ്. അതെ, അതാ പറഞ്ഞ വേറെ ഒന്നും ഹെൽത്തി ആയിട്ട് കഴിക്കുന്നില്ല. അപ്പൊ മറ്റേ ബീഫും മട്ടനും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സാധനം വെച്ചില്ലെങ്കിൽ മോശമല്ലേ? ആയുധമായിട്ട് വരുന്നുണ്ട് ബീഫ് എന്തോ. സ്ഥലത്ത് കാത്തിക്കുന്ന പ്രതു എന്താണ്? ഞാൻ ക്യാമറ നോക്കിക്കഴിഞ്ഞപ്പോഴേ കിച്ചണിലാകമത്തൊരു തിരക്ക്. കാരണം ഞങ്ങൾ 3 പേരും ഓരോരോ വിഭവങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കിച്ചണിലാകമത്വം ഉണ്ട്. 4-5 പാത്രവും എല്ലാവരും അവരുടേതായ കാര്യം നന്നായി ഉണ്ടാക്കാനുള്ള ശ്രമവും എല്ലാം കൂടെ. പക്ഷെ ഈ തേങ്ങ ചെറുതാ തോന്നുമോ? മറ്റേ തേങ്ങ എന്താ അത്? അല്ലടാ, മിക്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇടത്തില്ലേ, ജീരകം ഇടത്തില്ലേ, ജീരകം, മഞ്ഞപ്പൊടി. ഇന്ന് അമ്മു ചേച്ചിയും ദീപ ചേച്ചിയും അച്ചു ചേച്ചിയും എല്ലാവരും കൂടെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് അവരും ഇല്ല കേട്ടോ നമ്മുടെ ഒപ്പം ഈ ഒരു നാടൻ ഊണിന്. ഈ ഒരു പരിപാടി ഞാനും പ്രദുവും കൂടെയാണ് ഉണ്ടാക്കിയത്. എപ്പോഴും ഇങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗെദർ പരിപാടി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാനും പ്രദുവും കൂടെയാണ് പ്ലാൻ ചെയ്യാറ്. ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗീതുവിനെ അറിയിക്കും. കാരണം ഗീതു നോ പറയാനുള്ള ചാൻസ് കുറവാണ്. അതിനുശേഷമാണ് നമ്മൾ വിഷ്ണുവിനെ അറിയിക്കുക. കാരണം വിഷ്ണു എങ്ങനെയെങ്കിലും നോ പറഞ്ഞ് നമുക്കത് മാറ്റി വയ്ക്കാനുള്ള ഒരു ചെറിയൊരു സിറ്റുവേഷൻ പുള്ളി ഉണ്ടാക്കും. ഒന്നുമല്ല, പുള്ളി എപ്പോഴും ഒരു കാര്യം ചെയ്യണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്രയധികം ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ അവസാനമാണ് പ്ലാൻ പറയാൻ വേണ്ടി പാടുള്ളൂ. ഞാൻ എപ്പോഴും എന്തൊരു പരിപാടി നമുക്ക് ചെയ്യാം, ഒരു ഗെറ്റ് ടുഗെദർ നമുക്ക് ചെയ്യാം, ഒരു ട്രിപ്പ് നമുക്ക് പോവാം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പ്രദുവിനെ വിളിക്കുക. കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രദു പെട്ടെന്ന് യെസ് പറയുന്ന ഒരാളാണ്. പിന്നെ പ്രദുവിനെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രദു ഗീതുവിനെ കൺവിൻസ് ചെയ്തോളും. ഞാൻ പിന്നെ കുറച്ച് സമയമെടുത്ത് വിഷ്ണുവിനെ കൺവിൻസ് ചെയ്തോളും. നല്ല രസമില്ലേ ഈ ഒരു ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു പറയായിരുന്നു കേട്ടോ, ഇതെന്താ പ്രദുവിൻ്റെയും ഗീതുവിൻ്റെയും സേവ് ദ ഡേറ്റ്. പക്ഷെ എനിക്ക് ആ ഒരു ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം ആ ഒരു ഫീൽ വരുന്നുണ്ട്. ഇവിടെ ഗംഭീരമായിട്ടുള്ള കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോരൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഞാൻ മാമ്പഴവും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ അധികം ആഴമുള്ള പാത്രമില്ല. എന്താണ് നമ്മുടെ മലപ്പുറത്തൊക്കെ കുണ്ടുള്ള പാത്രം തന്നെ പറയാം. അത് പറഞ്ഞപ്പോൾ ഇവരെന്നെ കളിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ മാറ്റി ആഴമുള്ള പാത്രം. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ നമ്മുടെ മാമ്പഴം വേവിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ വീണ ചേച്ചിയുടെ മാമ്പഴ പുളിശ്ശേരി റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു തവണ ഉണ്ടാക്കിയിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അത് നോക്കിയിട്ട് പറയട്ടോ, അത് പ്രദുവിന്റെയും ഗീതുവിന്റെയും സേവ് ദ ഡേറ്റ് പോലെ ഉണ്ട് എന്നുള്ളത്. ഭാവിയെ മുൻനിർത്തി കണ്ടുകൊണ്ടുള്ള ട്രെയിനിങ് ആണ്. പണിയെടുപ്പിക്കണമെന്നില്ല, ട്രെയിനിങ് ആണ്.
ഇതിൽ കൂടുതൽ എന്ത് ഭാവി? ഇതാണ് ഭാവി. ഈ ഭൂതത്തിന്റെ കയ്യില്. ഇവരെ കല്യാണ സമയത്ത് പ്രഭു ഒരു വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലായിരുന്നു. അതൊന്ന് കാണിക്കാനുണ്ട്. എന്റെ കാണിക്കട്ടെ പ്രതു. എന്തിനാ മോളെ? പ്രതുവിന് കല്യാണത്തിന്റെ സമയം കഴിഞ്ഞപ്പോ ചെറിയൊരു ഫാഷൻ വേണം തോന്നി. അതിന്റെ ഭാഗമായി അവരെ പോലെ വിചാരിച്ചു വീട്ടിൽ പോയി വന്നപ്പോ കല്യാണത്തിന് വേണ്ടി എന്താണ് പ്രതു ചെയ്തത്? ചെയ്തു സലീം കുമാറിന്റെ ഫോട്ടോയ്ക്ക് സൈഡിൽ വെക്കാൻ പറ്റും. മുടി സ്ട്രൈറ്റ് ചെയ്തു. My God. അങ്ങനെയായിരുന്നു പ്രതുവിന്റെ. ഞാൻ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. പ്രതുവിന്റെയും ഗീതുവിന്റെയും വെഡിങ്ങിന്റെ കൊടുക്കട്ടെ പ്രതു. നീ എന്ത് വേണേ ചെയ്യ്. നിനക്ക് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ നീ ചെയ്യ്. എന്റെ ഇറച്ചി കടയിൽ പോലും വാങ്ങാം. നിനക്കത് വിറ്റിട്ട് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ നീ കൊടുക്ക്, വിക്ക്. നിനക്ക് എടുത്തിട്ട് വേണോ? വെളുത്തുള്ളി എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. പ്രതുവിന് വേണ്ടത് എടുത്തോളൂ. പ്രതു എന്തൊക്കെ ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചത്? ഞാൻ പ്രതുവിന്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പ്രതു എവിടെയെങ്കിലും നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്? അതോ ഇറ്റ് യുവർ ഓൺ റെസിപ്പി? അങ്ങനെ ഇതൊക്കെ ഒരേ സാധനമാടാ. എല്ലാ കറിക്കും ഒരേ എന്തൊരു എളിമ. അല്ല പറയൂ, എന്താണ് ബീഫ് റെസിപ്പി? കുരുമുളക്. ചോദിക്കണതിന്റെ മുന്നേ എങ്ങനെ ഉത്തരം മനസ്സിലായത്? നീ അതല്ലേ ചോദിച്ച നേരത്തെ. ആ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക്. ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ടാണോ മറ്റേ വിസിലടിപ്പിക്കുന്നത്? ഞാൻ മറന്നു ഇടണോ ആക്ച്വലി. ആ പിന്നെ പച്ചമുളക്. ഇത്രയും ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഇടും. ഇനി നമ്മൾ ഇതിലിടുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, നിനക്ക് എത്ര വേണ്ട സവാള? പച്ചമുളക്. കുറച്ച് മതിയോ? പ്രതുവിന് വേണ്ടത് എടുത്തു. എനിക്ക് ഉറപ്പില്ല എനിക്ക് വേണമെന്ന്. ഉറപ്പില്ലേ വേണമെന്ന്? കുറച്ച് വേണം തോന്നണം. എനിക്കറിയില്ല, എനിക്ക് നോക്കണം. എനിക്ക് ഭയങ്കര റെസിപ്പീസ് തലയിൽ ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതിനുശേഷം നമ്മൾ വരട്ടി എടുക്കും. അപ്പൊ ഞാൻ ഈ പാത്രം എടുക്കാനല്ല പ്രതു പറഞ്ഞത്. കാരണം ഇതിൽ വരട്ടി എടുക്കണേക്കാളും നന്നായിട്ട് മറ്റേ പാത്രം ഉണ്ട്, മറ്റേ വോക്കിന്റെ. അതിൽ കുറച്ചും കൂടെ മൊരിഞ്ഞ് കിട്ടും. ആണോ? ഇത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ട യോഗട്ടാണ് കേട്ടോ. വീണ ചേച്ചി എപ്പോഴും പറയും നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം എന്നുള്ളത്. ഇവിടുത്തെ യോഗട്ട് അതിന് ബെസ്റ്റാണ്. ഉണ്ടാക്കി വെച്ച ബീഫ് പ്രതു നമ്മുടെ മസാലയിലോട്ട് ഇട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ശരി, വേവിച്ച് വെച്ച ബീഫ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മസാലയിലോട്ട് ഇട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഗരം മസാല ഉണ്ടായിരുന്നില്ല. ഗരം മസാല, ഗരം 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 ഗരം. പക്ഷെ എന്റെ വീട്ടിലൊക്കെ അമ്മ പറയാറ് അല്ല, പക്ഷെ എന്റെ വീട്ടിലൊക്കെ അമ്മ പറയല് ഗരം മസാല എന്നാണ്. നാട്ടില് കുറെ ഗരം മസാല, ഹോട്ട് സ്പൈസസ്. ഞങ്ങൾ പോർച്ചുഗീസുകാരായിട്ട് നല്ല ബന്ധമുള്ള ഇതൊക്കെ നടക്കുക. സ്വഭാവം അനുസരിച്ചിരിക്കും. കുഴപ്പമില്ലാത്താണെങ്കിൽ കുഴപ്പമില്ലാത്താണെങ്കിൽ ഈ പറയാൻ വെച്ചിട്ട്, കുഴപ്പമുള്ളതാണെങ്കിൽ നീ സാമ്പാറുണ്ടോ? ഓ അടിപൊളി. ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ബീഫ് എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത്? പ്രതുവും ഗീതും ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന ഒരു ഫ്രെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫ്രെയിമാണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ ബീഫ് കടന്ന് മൊരിയുന്നു, മറ്റൊരു സൈഡിൽ മാമ്പഴപ്പുളിശ്ശേരി തിളച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുക്കിംഗ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പായസം വെക്കാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരമായി വിഷ്ണുവിൻ്റെ അടുത്തൊന്ന് പോയി പാല് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറയുന്നു. പക്ഷേ വിഷ്ണു മടി പിടിച്ചിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ വിഷ്ണുവിനെ ഉന്തി തള്ളി വിട്ടിട്ടുണ്ട് പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വിഷ്ണു പ്രതുവിനൊപ്പം വരാൻ കുറച്ച് വിളിച്ചെങ്കിലും പ്രതു പോയില്ല. കാരണം പ്രതു ബീഫിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗീതുവാണ് വിഷ്ണുവിനെ കമ്പനി കൊടുത്തത്. എന്താണ് വിഷ്ണു റോട്ടിൽ ഇറങ്ങിട്ട് കൊടുത്താ ശരിക്കും ഹായ്. നല്ല സുന്ദരിയായ ഒരു കൊച്ചു കാറിൽ ഇറങ്ങി കഴിയുമ്പോൾ വിഷ്ണു അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹായ് പറയാൻ വേണ്ടിട്ട്. നല്ല വെതർ അല്ലേ? ശരിക്കും നടക്കാൻ പോവാൻ വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് അപ്പൊ ബൈ ദ ബൈ ഗൈസ്. ഗൈസ് ബൈ ദ ബൈ. മിൽക്ക്, കണ്ടൻസ് മിൽക്ക്, എനിത്തിങ് എൽസ്. ഒരു പച്ചമുളക് വാങ്ങിച്ചു. പച്ചമുളക് കൊടുത്ത് നിൽക്കുന്നു. റെഡ് പച്ചമുളകോ? നമ്മൾ വാങ്ങിക്കാറുള്ള പാക്കറ്റ് ഇല്ലേ, ജിഞ്ചറിന്റെ സൈഡിലിരിക്കണ. നെയ്യുണ്ടോ? നെയ്യുണ്ട്. ഗീതു 1 മുതൽ 10 വരെ എണ്ണിട്ട് പോകും. 8 വരെ എണ്ണിയോ? അകത്ത് ബിഗ് ബോസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു സീസൺ കുറച്ച് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫൈനലും കൂടെ കണ്ടങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത്ര ദിവസം ഇവിടെ ഭയങ്കര വെയിലായിരുന്നു, മഴയായിരുന്നു കേട്ടോ. സമ്മർ ആയിരുന്നുണ്ടെങ്കിലും ഒട്ടും സമ്മറിൻ്റെ ഫീൽ ഉണ്ടായിരുന്നില്ല, ഭയങ്കര തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഫുൾ ടൈം മഴയായിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്തൊരാഴ്ചയും ഫുൾ മഴയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് മൂഡൊക്കെ ലോ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഫുൾ മഴയും കൂടെ ആകുമ്പോൾ ഒരു രക്ഷയുണ്ടാവില്ല. ഭയങ്കര വൃത്തികെട്ടൊരു മൂഡായിരുന്നു എനിക്ക്. കഴിഞ്ഞൊരു വീക്ക് ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് എൻ്റെ
കുറേ ഓവുലേഷൻ മൂഡ് സ്വിങ് എല്ലാം കാരണം ഭയങ്കര മടി പിടിച്ചൊരു വീക്കായിരുന്നു കഴിഞ്ഞൊരു വീക്ക്. പക്ഷെ എന്തായാലും ഇന്ന് കുറച്ച് നല്ലൊരു വെതറായിട്ടുണ്ട്. കുറച്ച് സൂര്യൻ തലയുടെ മുകളിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ നൈബേഴ്സൊക്കെ എന്താ പറയുക ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബാർബിക്യൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്കും ചെയ്യണം ഒരു ദിവസം. എനിക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതുപോലെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ബാർബിക്യൂ പാർട്ടി ചെയ്യണമെന്നുണ്ട്. 1 ബാർബിക്യൂ പാർട്ടീസ് നമുക്ക് ചെയ്യാം. എന്തായാലും പ്രോപ്പറായിട്ട് സമ്മർ ഒന്ന് തുടങ്ങട്ടെ. ഇവിടെ കണ്ടോ നമ്മുടെ ആപ്പിളൊക്കെ അത്യാവശ്യം നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ ആപ്പിൾ ഇത്രത്തോളം വളർന്നെത്തിയിട്ടുണ്ട്. കുറേ ആപ്പിളൊക്കെ ഇടയിൽ കേടുവന്ന് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ മഴയുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ നമ്മുടെ പെയർ കുറച്ച് കുറവാണ്. കഴിഞ്ഞ കൊല്ലം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. എന്നോട് അമ്മ പറയുന്നുണ്ടായി 1.5 ഇത് നല്ല ഇങ്ങനത്തെ ആപ്പിളും പെയറും ഒക്കെ നന്നായിട്ടുണ്ടാവുള്ളൂ അമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കതാ മനസ്സിലായെന്ന്. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ആപ്പിൾ. ഇക്കൊല്ലം ആപ്പിളാണ് കുറച്ചധികം നന്നായിട്ടുള്ളത്. എന്ത് അടിപൊളിയായിരിക്കില്ല. ഞാൻ ഇനി വരുന്നു, ആപ്പിൾ പറിക്കുന്നു, ഞാൻ ഫ്രഷായ ആപ്പിൾ കൊണ്ട് സ്മൂതി ഉണ്ടാക്കുന്നു. വാ പൊളി. ഇവിടെ കണ്ടു ഒരു കൂട്ടം ആപ്പിൾ നിൽക്കുന്നത്. നമ്മൾ കുറച്ച് അധികം പുളിയില്ലാത്ത നമ്മുടെ വീണ ചേച്ചി പറയുന്ന പോലത്തെ യോഗട്ടാണ് കേട്ടോ ഇവിടെ കിട്ടുക. അപ്പോൾ യോഗട്ട് ഇട്ടിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയായിട്ട് അവസാനിപ്പിക്കാം. ഇതിട്ട് അധികം തിളപ്പിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. എന്താണ് കാര്യമായ ഒരു ഡിസ്കഷൻ? എങ്ങനെ ഐശ്വര്യം നമുക്ക് നന്നാക്കാൻ പറ്റും? അതിനൊരു ഡിസ്കഷന്റെ ആവശ്യമില്ല. ഇമ്പോസിബിൾ. പ്രതു ഉണ്ടാക്കിയ ബീഫില് ഉപ്പുണ്ടോ, കുരുമുളകുണ്ടോ, മധുരം ഉണ്ടോ, വിഷ്ണു അതൊക്കെ കണ്ടുപിടിക്കും. ഇതായിരുന്നോ എന്ന് എനിക്കറിയില്ല. വിഷ്ണു വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബീഫ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ബീഫ് അടുപ്പത്തുനിന്ന് വാങ്ങിക്കാം. വിഷ്ണുവിൻ്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും ഞാൻ വിഷ്ണുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. കാരണം വിഷ്ണു ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്ന ഫീഡ്ബാക്ക് അടിപൊളിയായിരിക്കും. ഒന്നാമത് വിഷ്ണു ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ടേസ്റ്റ് ബഡ്സ് ഒക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. ഇവിടെ കാര്യമായിട്ടുള്ള ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു ഇത്ര നേരം റെസ്റ്റിലായിരുന്നു. പക്ഷെ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഫീൽഡായി. ഇനി ഞാനും പ്രതുവും ഗീതു റെസ്റ്റ് എടുക്കും. വിഷ്ണു കളത്തിലോട്ട് ഇറങ്ങും. അല്ലേ വിഷ്ണു? വിഷ്ണുവിന് ചോറ് വയ്ക്കുന്ന പപ്പടം അത് എന്താ അഭിമാനപൂർവ്വം പറയുന്നില്ല. ഗീതു ഇവിടെ അട ഉണ്ടാക്കി പാക്കറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗീതുവിന്റെ ബ്രാൻഡാണ് ടേസ്റ്റി നിബിൾസ്. ഗീതുവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാമ്പഴ പുളിശ്ശേരി കുറച്ചധികം. നിങ്ങൾക്ക് എന്തായാലും മറ്റന്നാത്തോട്ട് ഓട്സ് തുടങ്ങും. അപ്പൊ നിങ്ങൾ എന്തായാലും കഴിക്കൂലേ? ബീഫ് മൊത്തം എടുത്തോ. അതെന്റെ മെനുവിലുള്ളതാ. എന്റെ മെനു ഞാൻ തരില്ല. ഇത് ഒരുപാടോ? ഞാൻ അതായത് അടച്ചു വെക്കണ്ടേ, എന്നെ തുറന്നു വെച്ചാൽ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഏകദേശം ഇവിടെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി പോയിട്ട് നമുക്ക് നല്ല അടിപൊളി ഊണും മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും ചിക്കനും എല്ലാം കഴിക്കാം. പെട്ടെന്നാണ് പപ്പടത്തിൻ്റെ ഒരു മിസ് തോന്നിയത്. അപ്പോൾ എന്തായാലും പപ്പടം ഒന്ന് കാച്ചാം. ഇത് നാട്ടിൽ പോയി വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പപ്പടമാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കും. അപ്പോൾ വലിയ കേടൊന്നും വരില്ല. ഇന്നലെ നമ്മൾ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കാളാഞ്ചിയാണ് നമ്മുടെ ഇന്നത്തെ മീൻ. ഇന്നലെ പ്രതുവും ഗീതുവും കൂടെ പോയി വാങ്ങിയ മീനാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. രാത്രി നമ്മൾ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മീൻ തല ഗീതുവിന് സ്പെഷ്യലായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കാരണം ഗീതുവിന് മീൻ തല ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തായാലും ഇത്ര പണിയെടുത്തതല്ലേ, കുറച്ച് നല്ല ഇലയൊക്കെ വെച്ച് ഗീതു ചേച്ചി ഗീതോട് പറയാ. ഗീതു മൂടൊക്കെ ചെയ്ത് പണിയെടുത്തല്ലേ. അപ്പൊ നല്ല വാഴയിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ചോറ് വന്ന് വിചാരിച്ചു. കുറെ പേര് ചോദിക്കാറുണ്ട് എവിടെ നമുക്ക് വാഴയിലേക്ക് കിട്ടിയാന്ന്. ഇവിടെ ഓറിയന്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട്, ഒരു ചൈനീസ് കടയാണ്. അവിടെ നമുക്ക് കറിവേപ്പില അല്ലാത്ത എല്ലാ ഐറ്റംസും ഉണ്ട്. ചൈനീസ് സാധനങ്ങൾ കേട്ടോ. ചക്ക, ഇതിപ്പോ ഇപ്പൊ കടച്ചക്ക ഉണ്ടായിരുന്നു, ഫ്രഷ് കടച്ചക്ക, വെരി ഫ്രഷ് കടച്ചക്ക, കുരുമുളക്, വെണ്ടയ്ക്ക, എല്ലാ ഐറ്റംസും. എൻ്റെ മോനെ, ആ മീനൊക്കെ ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പ്ലേറ്റും ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പ്ലേറ്റിലും നമ്മൾ ഇലയൊക്കെ വെച്ച് അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ടേബിളിൽ നിരത്തി വെക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാം അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള പാത്രത്തിലൊക്കെ തന്നെയാണ് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ വ്ളോഗിലും മാറി മാറി പറയാറുള്ള ഒരു കാര്യമാണ്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വീട്ടിൽ എല്ലാ ദിവസവും മീൻ ഉണ്ടാകുമായിരുന്നു കേട്ടോ. കാരണം അച്ഛന് മീൻ നിർബന്ധമാണ്.
പക്ഷേ അന്ന് ഒരു വില ഉണ്ടായിരുന്നില്ല മീനിന്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മത്തീനോടും മീനിനോടുമൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രേമം പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം തോന്നി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ ഏകദേശം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഹ് നോക്കിങ്ങോട്ട് പപ്പടം, മാമ്പഴ പുളിശ്ശേരി, സാമ്പാർ, ബീൻസ് ക്യാരറ്റ് തോരൻ, മീൻ വറുത്തത്, ചോറ്, ചിക്കൻ വരട്ടിയത്, ബീഫ്, പിന്നെന്തായിരുന്നു പായസം. ഓഫ് ഇനി എന്ത് വേണം? ഇനി എല്ലാവർക്കും വിശദീകരിച്ചിരുന്ന് സമാധാനമായിട്ട് കഴിക്കാം. വിഷ്ണു പറയായിരുന്നു, വിഷ്ണു ആ സൈഡിലായിരിക്കുന്നത്, കാരണം കഴിഞ്ഞ തവണ അവിടെ ഇരുന്നപ്പോൾ നന്നായി കഴിക്കാൻ പറ്റിയായിരുന്നു. എന്ത് രസമല്ല ചോറിങ്ങനെ വിളമ്പെന്ന് കാണാൻ. നമ്മളിങ്ങനെ ഫുഡ് ബ്ലോഗിലൊക്കെ കാണാറില്ലേ? ഇത്തിരി ചോറ് ഒരു ചമ്മന്തി കൂടെ ആയിരിക്കേണ്ടത്. ഓ ശരിയാ, അരച്ചാലോ? ഇനി വേണ്ട, ഇനിയിപ്പോ കൊതിയായിപ്പോയി, ഇനി ടൈമില്ല. വെരി ടെംപ്റ്റിംഗ്. ഓഫ് ശരിയല്ലേ? ആ സാമ്പാർ അവിടെ ഗീതു ഒരു കിടൻ ഫുഡിയാണ് കേട്ടോ. ഗീതു ഇങ്ങനെ കൊറേ ഫുഡ് കഴിക്കും. നല്ല ഫുഡായിരുന്നു. എങ്ങനെയാ ഫുഡ് ഒരുപാട് ഗീതു ക്വാണ്ടിറ്റി അധികം കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഗീതുന് ഫുഡ് കഴിക്കാൻ വാവ്. ആകെ ആരും കഴിക്കാത്ത കോമ്പറ്റീഷൻ. ഡൽഹിയിൽ ജനിച്ച് നിനക്ക് എങ്ങനെയാ മീൻ ആ, എന്നെ അങ്ങനെ പറ്റിച്ചാണോ? അതാണ് മീൻ, അധികം മീൻ അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്റെ മനസ്സിൽ ഇവിടെ മറ്റേ മോഡേൺ ഡൽഹിയിൽ ജനിച്ച മോഡേൺ ഗേൾ. ആ ബീഫ് വന്ന കുറച്ച് ഇപ്പൊ എടുത്താ കിട്ടും. ഇപ്പൊ എവിടെ ആരും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ തുടങ്ങി. ശരിക്കും വാഴയില ഒരു നല്ലൊരു തീരുമാനം. ഈ ഒരു ചിക്കൻ വരട്ടിയതും കൂടെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിഭവങ്ങളെല്ലാം പ്ലേറ്റിൽ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓ എനിക്കിപ്പോൾ പറയുമ്പോഴും കൂടെ വായിൽ വെള്ളം വരുന്നു. എന്തായാലും ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കിനൊരു കിടിലൻ കഴിപ്പ് അങ്ങോട്ട് കഴിക്കാം. എന്റെ ഫോക്കസ് എന്റെ നോക്കുന്നുണ്ടല്ലേ. നല്ല കുഴച്ച് 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 എന്റെ എക്സൽ എവിടെ? എക്സൽ എന്ത് മിസ്സിംഗ് ഉണ്ടോ? മിസ്സിംഗ് ഉണ്ടോ ഗീതു? ആ എന്റെ വലിയ സാമ്പാർ ഒന്നുമില്ല. മീശന്ന് ഇട്ടുന്നു. ബൂംബാങ് ഫാൻസ് ആണ് നമ്മൾ എല്ലാവരും കേട്ടോ. നമുക്ക് എല്ലാവർക്കും ബൂംബാങ് ഇഷ്ടമാണ്. ആണ് നമ്മുടെ ഗീതുവിന്റെ ഇല, നമ്മുടെ നാടൻ ഊണ്. കുറച്ച് പുളിശ്ശേരി, വയൽ ഓൾറെഡി വെള്ളം വരുന്നത്, കുറച്ച് തോരൻ, ഇച്ചിരി ബീഫ്, ചിക്കൻ അതിൻ്റെ കൂടെ വെച്ചാൽ ടേസ്റ്റ് കിട്ടൂലേ? അത് കിട്ടില്ല. അഴവാ. മാമ്പഴ പുളിശ്ശേരിയുടെ ഒപ്പം കുറച്ച് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ എന്താണ് ചോദിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സിലാണ് കേട്ടോ കൂടുതൽ കമൻറ്റ്സ് വരാറ്. ചിലപ്പോൾ നമ്മുടെ ഡെയിലി ലോങ് വീഡിയോസ് കാണാത്ത ആൾക്കാരായിരിക്കും. നമ്മൾ നോർമൽ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല എന്നുള്ളത്. നോർമൽ കുക്കിംഗ് നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഡെയിലി സ്കെഡ്യൂൾ നമുക്ക് ഇത്രയും ടൈം എടുത്തിട്ട് എക്സോട്ടിക് കുക്കിംഗ് ചെയ്യുക എന്നുള്ളത്, ഞാൻ എക്സോട്ടിക് കുക്കിംഗ് നമ്മുടെ ഫുഡിന് പ്രത്യേകിച്ച് പറയാം, ഇത് നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് എല്ലാ കിടലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്ന അടിപൊളിയാണ്. ഇത്രയും ടൈം നമ്മൾ കുക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു സ്കെഡ്യൂളിൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ കാണിച്ച വ്ളോഗിൽ ഗീതു മീൽ പ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? കാരണം ഗീതുവിനും പ്രതുവിനും ഭയങ്കരമായിട്ട് ചോറ്, മോര് കറി, സാമ്പാർ, ഇഡ്ഡലി, തോരൻ അങ്ങനെ കഴിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗീതു മീൽ പ്രിപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ടേസ്റ്റിൽ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല ഞാൻ വിഷ്ണുവിൻ്റെ ഒപ്പം കുറച്ച് കൂടിയോണ്ടാണോ എന്നുള്ളത്. എനിക്ക് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളെല്ലാ ആഴ്ചയും ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ആണത്. ഭയങ്കരമായിട്ട് നമ്മുടെ ചോറ് അതൊന്നും എനിക്ക് അങ്ങനെ മിസ് ചെയ്യാറില്ല. എനിക്കിപ്പോൾ കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടോ തോന്നുന്നു. കുറച്ച് ഇവിടുത്തെ ഫുഡും അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിക്കാറുള്ള പോലത്തെ ഫുഡിലും തന്നെ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഫുഡ് ഈസ് നമ്മുടെ ഫുഡ്. ഇത്ര എക്സോട്ടിക്കായിട്ട് നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിട്ട് കുറച്ച് കാലമായിട്ടോ ചോറുണ്ടാക്കാറുണ്ട്. പക്ഷെ ചോറും കറിയും എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അന്നൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടോ? അന്ന് കഴിച്ച് അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു ബ്രേക്ക് എടുത്തതായിരുന്നു ഇങ്ങനത്തെ എക്സോട്ടിക് ചോറ് കുക്കിംഗ് എന്ന്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നാടൻ ഊണ്. ഞാനത് കഴിക്കട്ടെ. എന്തായാലും ജീവിതമൊക്കെ എങ്ങോട്ടൊക്കെയോ പോകുന്ന പോലെ തോന്നുന്നു നമുക്കിപ്പോൾ ഈ ചോറും ഇഡ്ഡലിയൊക്കെ ഇഷ്ടമുള്ളപ്പോൾ. കാരണം വീട്ടിലായിരുന്ന സമയത്ത് ചോറും ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഒരവസ്ഥയിലും ഞാൻ കഴിക്കാത്തായിട്ടുമായിരുന്നു. ഇപ്പം അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ. ദാറ്റ്സ് ലൈഫ് അല്ലേ?
ഊണ് കഴിഞ്ഞാൽ കുറച്ച് മധുരം അത് നിർബന്ധമാണ്. നമ്മളതിന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല പാലട പ്രഥമൻ. എനിക്കാണെങ്കിൽ ഇലയിൽ ഇങ്ങനെ പായസം ഒഴിച്ച് ഒരു പപ്പടമൊക്കെ കുഴച്ച് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് ബോളി കൂട്ടി കഴിക്കില്ലേ, ഞാനത് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഇന്ന് വരെ. അതൊരു മിസ്സാണ്, നാട്ടിൽ വന്നാൽ പറ്റുകയാണെങ്കിൽ കഴിക്കണം. ഞാനതിന് പകരം പപ്പടം കൂട്ടി കഴിക്കാറുണ്ട്, അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പായസത്തിനെ പറ്റി വർണ്ണിച്ച ഒരു ഗ്യാപ്പിൽ ഞാൻ ഗീതുവിൻ്റെ മീൻ തല കഴിക്കാനുള്ള സ്കില്ലിനെ പറ്റി പറയാൻ മറന്നുപോയി കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ടത് മീൻ തലയായിരുന്നു അവസാനം, അതിലൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. അതോടുകൂടെ നമ്മുടെ ഈ ഒരു കഴിപ്പിൻ്റെ ഭാഗം അങ്ങോട്ട് തീർന്നിരിക്കുകയാണ് കേട്ടോ. എന്തൊരു ഹെവി ആയിരുന്നു എന്നറിയോ. ഏകദേശം ഒരു 7:30 കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു 8:30 വരെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. വർത്താനം പറച്ചിൽ കുറവായിരുന്നു, കഴിപ്പ് തന്നെയായിരുന്നു കൂടുതൽ. ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ടുള്ള കുറച്ച് ദിവസം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡയറ്റ് ചെയ്യാം. പ്രതു ആ നേരെ പോകുന്നത് കൗച്ചിൽ കിടക്കാനാണ് കേട്ടോ. കാരണം എല്ലാവരും കൂടെ ഉള്ള ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടേ എല്ലാവർക്കും നമുക്ക് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു മത്ത് പിടിച്ചൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. ഞാൻ പിന്നെ ഇന്ന് പതിവിൽ വിപരീതമായി വിഷ്ണുവിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒന്നുമല്ല, കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കധികം ആ ഒരു മത്ത് പിടിച്ച ഫീൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ഞാൻ വിഷ്ണുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടും ഡിഷ് വാഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പാക്ക് ചെയ്തെടുത്ത എല്ലാ ഐറ്റംസും പ്രദൂനും ഗീതുവിനും നമ്മൾ കൊടുത്തു വിടുകയാണ്. ഈ ഒരു കുർത്ത ഞാനിവിടെ വന്ന കൊല്ലം അല്ലെങ്കിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്തോ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് വീട് മാറിയതിന് ശേഷം എൻ്റെ എല്ലാ ഇന്ത്യൻ ക്ലോത്ത്സും ഞാനൊരു പെട്ടിയിലാക്കിയിട്ട് ഗാരേജിൽ വെച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് പുറത്തിറങ്ങിയത് ഏകദേശം ഒരു 2-3 ആഴ്ച മുന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് വ്ളോഗിൽ നിങ്ങൾ എന്നെ കുർത്തയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നാടൻ ഊണ് പ്രഹസനമൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും വയറ് നല്ലോണം നിറഞ്ഞു. ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും അടിപൊളിയായിരുന്നു. നല്ല കിഡ്ലം കോമ്പിനേഷനായിരുന്നു. കുറേ ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ ഗീതു എടുത്തു. പിന്നെ കുറച്ചൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ലഞ്ചൊക്കെ ഇല്ലാത്തപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഞങ്ങളുടെ ഈ യാത്രാ പറച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ചിലപ്പോൾ ഞങ്ങൾ മാസങ്ങൾ കഴിഞ്ഞേ കാണുള്ളൂ. ഒന്ന് അധികം നാളെയോ മറ്റന്നാളോ തന്നെ കാണും കേട്ടോ. അവർ പോയതിന് ശേഷം നമ്മളൊന്നും കൂടെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ അത്ര എൻജോയ് ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര മൂളിപ്പാടൊക്കെ പാടി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് പുള്ളി എപ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്യുക. അതിവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതൊരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാലും വിഷ്ണു ഇവിടുത്തെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അത് ഇറങ്ങുള്ളൂ. അത് വിഷ്ണുവിൻ്റെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ. വിഷ്ണു, ഞാൻ ഞെട്ടിപ്പോയി. താൻ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്നതും ചൂടടിക്കുന്ന ഒപ്പം ആ ഉണ്ട്. ഇങ്ങനെ രണ്ടും ഒപ്പം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പോയേ കണ്ടോ, താ മൂളിപ്പാട്ട് പാടുന്നുണ്ട് ഒപ്പം താൻ ചുള്ളടിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ ഒരു വ്ളോഗിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ എന്നാലും കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാം. നാട്ടിലോട്ട് ഞാൻ വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തൊട്ടിട്ട് സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് വരെ ഏകദേശം നാട്ടിലുണ്ട്. ഏകദേശം 6 ആഴ്ച ഞാൻ നാട്ടിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വിഷ്ണു വരുന്നില്ല. കാരണം വിഷ്ണു ഇപ്പോൾ ജോലിയൊക്കെ മാറിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വിഷ്ണുവിന് പെട്ടെന്നൊരു ബ്രേക്ക് എടുക്കണ്ട, അല്ലെങ്കിൽ ലീവ് എടുക്കണ്ട എന്നൊക്കെയാണ്, വെക്കേഷൻ എടുക്കണ്ട എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അത് പുള്ളിയുടെ കാര്യം, പുള്ളി ഹാൻഡിൽ ചെയ്യട്ടെ. ഞാൻ എന്തായാലും നാട്ടിൽ പോകുന്നുണ്ട്. 2 മെയിനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടോ നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. നമ്മുടെ ഊണ് കഴിഞ്ഞു, നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ ഇത് വിഷ്ണു നമ്മുടെ സ്റ്റവെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിനി പോയി സുഖമായി കിടന്നുറങ്ങും. കാരണം ഇത്രയും ഭക്ഷണം കഴിച്ചതല്ലേ, നല്ലൊരു അടിപൊളി ഉറക്കം നിർബന്ധമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഈ എല്ലാ ഐറ്റംസും എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. എന്നാലാണ് ഇവൻ കുറച്ച് കാലം ഓടുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ. Ta-da!